ഹസ്ബൻഡ് പോകുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതും നടന്നില്ല. കാരണം ആളുടെ ടെനൻസി 1 ഇയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റും, കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. ടെനൻസി മാറാതെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. 1 കൊല്ലം കഴിയാതെ എനിക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ പ്രതീക്ഷ നശിക്കുകയാണ്. വീണ്ടും എല്ലാവരും പറഞ്ഞാൽ OET നോക്ക്, നീ IELTS കുറേ നാളായില്ലേ ചെയ്യുന്നത്, നീ OET നോക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്ന് OET പ്രിപ്പയർ ചെയ്യാം. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ട് ഇളയ കുഞ്ഞ് അംഗനവാടി പോയി കഴിയുമ്പോൾ ഞാൻ OET പഠിക്കാൻ തുടങ്ങി. പഠിക്കുമ്പോഴും എനിക്ക് കോൺഫിഡൻസ് ഒന്നുമില്ല. മിസ്സുമാരൊക്കെ അറ്റൻഡ് ചെയ്യണവർ പറയും ഓക്കെയാണ് താൻ ഈ പ്രാവശ്യം കിട്ടും. ഇത് ഞാൻ IELTSന് ജോയിൻ ചെയ്ത സമയം തുടങ്ങി ഞാൻ കേൾക്കുന്നതായതുകൊണ്ട് എനിക്കൊരു ഇതിലൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എക്സാമിൻ്റെ സമയത്ത് ഞാനിത് എങ്ങനെ പോയാലും ഉഴപ്പിയിട്ടല്ല, എനിക്കത് കിട്ടില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ എനിക്കൊരു തോട്ട് വരാണ്, ചിലപ്പോൾ ദൈവം ഇത് ആഗ്രഹിക്കാനായിട്ടാണോ എനിക്കിത് കിട്ടാത്തത് എന്നൊക്കെ ഒരു ചിന്ത വന്നു. എങ്കിലും ഞാൻ എക്സാം എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അനീത്തിയൊക്കെ എന്നെ വിളിച്ചു. അവളും UK അവൾ കെയറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ കുറേ ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുക, അപ്പോൾ നിനക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് വരും എന്ന് പറഞ്ഞ് ഞാൻ. അപ്പോൾ എൻ്റെ മദറിലോ ഇവിടുത്തെ പ്രാർത്ഥനകളും ഇതൊക്കെ കേൾക്കുന്ന ആളാണ്. അപ്പോൾ അമ്മ എനിക്കൊരു വീഡിയോ ഇട്ട് തന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. അത് പിന്നെ ഞാൻ എന്നും തൃശ്ശൂർ എക്സാം എടുത്തപ്പോൾ 1 മന്ത് ഞാൻ തൃശ്ശൂർ ക്ലാസ്സിൽ പോയി തുടങ്ങി. അപ്പോൾ ആ ക്ലാസ്സിൽ പോണ വഴിക്കൊക്കെ എൻ്റെ ചെവിട്ടിൽ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടത്. അപ്പോൾ എൻ്റെ ബിലീഫ് കൂടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ കിട്ടിയ പലരോടും ചോദിച്ചപ്പോൾ അതുമാതിരി ഈ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുന്നത് അവരൊക്കെ കയ്യിൽ ഒരു കാശ് രൂപം വെച്ചാണ് ഇവർ എക്സാം എഴുതിയത്. അങ്ങനെയാണ് ഇവർ ഇതെല്ലാം പാസ്സായെന്ന് ഞാൻ അറിയാം. അപ്പോൾ തുടങ്ങി ഞാൻ തീക്ഷ്ണമായി ആഗ്രഹിക്കാൻ തുടങ്ങി, മാതാവ് എനിക്കൊരു കാശ് രൂപം തരണേ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കൊരട്ടിപ്പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോഴായാലും മാതാവ് എനിക്കൊരു കാശ് രൂപം തരണേ ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയില്ല. എക്സാമിന് പോകണമെന്ന് രാവിലെ ഞാൻ ആസ് യൂഷ്വൽ പ്രിപ്പയറായി ഇറങ്ങാൻ നേരത്തെ എൻ്റെ അമ്മ എനിക്കൊരു ചെറിയ കാശ് രൂപം കൊണ്ടുതരാം. ഇവിടുത്തെ ഉടമ്പടി കാശ് രൂപം അല്ല, ചെറിയൊരു കാശ് രൂപം തന്നിട്ട് അമ്മ പറയാം, നീ ഇവിടെ വന്നു തുടങ്ങി ഞാൻ നിനക്ക് ഈ കാശ് രൂപം തരണമെന്ന് വിചാരിക്കുക, ഇപ്പോഴാണ് ഇതിനുള്ള കറക്റ്റ് ടൈമായെന്ന് പറഞ്ഞാൽ എൻ്റെ മാലയിൽ ആ കാശ് രൂപം ഇട്ട് തന്നു.